എന്തു പറ്റി രാജു? ഊരാൻ പറ്റുന്നില്ല മാഡം. സർ ഇത് അപ്പൊ എന്റെ മോതിരോ? അത് ഞാൻ പിന്നെ ഇട്ടോളാം. എന്താ രാജു കൈ നീട്ടിക്കെ, ഞാൻ നോക്കട്ടെ. ഇനി ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. മോതിരം കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യമൊന്നുമില്ല. രാജു, അത് ഇടാനുള്ള ഭാഗ്യം നിനക്കാണെന്ന് കരുതിയാൽ മതി. അല്ല സർ, അത് പിന്നെ അത് ഞാൻ തന്നൊരു ഗിഫ്റ്റായിട്ട് കൂട്ടിക്കൊള്ളൂ. അത് ഊരണ്ട, നിന്റെ കൈ തന്നെ കിടന്നോട്ടെ. ഇത്രയും വിലപിടിപ്പുള്ള മോതിരം എനിക്കെന്തിനാ സർ? ഞാൻ ഇതുവരെ രാജുവിനൊന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ. മാത്രമല്ല നിന്റെ ബർത്ത്ഡേ എന്നാണെന്ന് നീ ആരോടും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അത് താനെടുത്തോ. അതെ രാജു, ഇനി അത് ഊരണ്ട. മാഡം, അപ്പൊ എന്റെ മോതിരോ? നീ ആദ്യം വീട്ടിൽ പോ. ശരി സർ. അപ്പൊ ഈ 3 മോതിരങ്ങൾക്കും ബില്ല് റെഡിയാക്കാൻ പറയും. അമ്മേ, എല്ലാം റെഡിയാണ് അമ്മേ. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എല്ലാവരും പോവാൻ തുടങ്ങുകയാണ്. ലിഫ്റ്റിനുള്ളിൽ അവര് രണ്ടുപേരും മാത്രമേ ഉണ്ടാകൂ. അത് ഞാൻ ഉറപ്പു തരാം. ശരി അമ്മേ. ഒരല്പസമയം കൂടി. ഇവിടെ ഓക്സിജൻ ഉണ്ട് അച്ഛ. ഇത് അച്ഛന്റെ തോന്നല്. അച്ഛൻ പേടിക്കണ്ട. അച്ഛൻ പേടിക്കാതെ. രാജു, രാജു, രാജു. അയ്യോ, എന്റെ സഹോദരന് ശ്വാസം കിട്ടുന്നില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്. അയ്യോ അച്ഛ, ഒന്നും സംഭവിക്കില്ല അച്ഛ. അയ്യോ അച്ഛ, അച്ഛ എന്താ അച്ഛ? അച്ഛ, അച്ഛ, അയ്യോ അച്ഛ, അച്ഛനെ നോക്കച്ച. അയ്യോ അച്ഛ, അച്ഛ കണ്ണൂർക്കച്ച. മോളെ അച്ഛ പേടിക്കല്ലോ. രാജു ചേച്ചി, അച്ഛ, അച്ഛ, അയ്യോ അച്ഛ, അയ്യോ അച്ഛ, രാജു ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അയ്യോ അച്ഛ, അച്ഛ, അയ്യോ അച്ഛ, രാജു, അച്ഛ പേടിക്കണ്ട. പ്രതാപ, നീ പേടിക്കല്ലേ. സമാധാനായിട്ടിരിക്കെ. രാജു ഇത് എവിടെ പോയി? മോളെ, രാജു അച്ഛന് തീരെ വയ്യ. അവരിപ്പോ ശരിയാക്കും. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ് രാജു. അച്ഛ, 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 അയ്യോ അച്ഛ, അച്ഛനെ നോക്കച്ച. അയ്യോ അച്ഛ, അച്ഛ, രാജു, അയ്യോ അച്ഛ, അച്ഛ, അച്ഛ. പേടിക്കല്ലേ, അവരിപ്പോ ശരിയാക്കും. അയ്യോ രാജു സർ, ഞാൻ മെക്കാനിക്കിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്തും സാർ, പേടിക്കണ്ട. അച്ഛ, 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 അയ്യോ എന്താ ചേച്ച? അച്ഛ, അച്ഛ, അച്ഛ ലിഫ്റ്റ് ഓണായി. അച്ഛ, അച്ഛ കണ്ണു വരക്കച്ച. അച്ഛ, അച്ഛ ഒന്നുമില്ല അച്ഛ. അച്ഛ, അച്ഛ, അച്ഛ ഒന്നുമില്ല അച്ഛ. പ്രതാപ, ചെറിയമ്മ, രാജു, രാജു പതുക്കെ. ഒന്നുമില്ല പ്രതാപ. രാജു വേഗം. പ്രതാപ ഇരിക്കെ, പതുക്കെ. അയ്യോ രാജു, വേഗം കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. പ്രതാപ വേഗം കൊണ്ടുപോകാം. കുടിക്ക. എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ടോ? അച്ഛന്റെ മകളുടെ ഇടയിൽ
ഞാൻ പടുത്തുയർത്തിയ പർവ്വത ഇളകിക്കൊണ്ടിരിക്കുന്നത്. പാടില്ല. ഇരുവർക്കുമിടയിലുള്ള അകലമില്ലാതായാൽ പിന്നെ ഈ അംബിക ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ല. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല അമ്മേ. തകർക്കണം. അമ്മാവന് അവളോട് തോന്നുന്ന സിമ്പതി പേരോടെ പിഴുതു കളയണം. അല്ലെങ്കിൽ ആ സിമ്പതി വളർന്ന് വളർന്ന് അമ്മാവന്റെ മനസ്സിൽ മകളോടുള്ള പിതൃസ്നേഹം ഉണരും. അങ്ങനെ സംഭവിച്ച അമ്മാവന്റെ സിംഹാസനവും ആസ്തികളും എല്ലാം അവളുടേതാവും. ഇത്രയൊക്കെ നിനക്ക് അറിയാമായിരുന്നിട്ടാണോ ദീപക് നിന്റെ നീക്കങ്ങളിൽ പിഴവ് സംഭവിക്കുന്നത്? അമ്മേ, ഇപ്പൊ സാഹചര്യങ്ങൾ അവൾക്ക് അനുകൂലമായി വീശയാണ്. ആ കാറ്റ് എനിക്ക് അനുകൂലമായി വീശും. അതെനിക്കുറപ്പാ. നിന്റെ അമ്മാവന്റെ കണ്ണിലിപ്പോ നീ ഒരു ചെറിയ കരടായിരിക്കാം. അത് പാടില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നീ പോയി നിന്റെ ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് ദീപക്. എന്തിന്? ഞാൻ പറഞ്ഞത് ആദ്യം നീ അനുസരിക്കേ.